ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് വൈകാരികമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമായി കാണും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ തന്നെ ധാരാളം പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. സാർ, അത് ലോസ് ആണെങ്കിൽ തന്നെയും അത് വെരി നോമിനൽ ലോസാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന പഴയതിനേക്കാളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 തുച്ഛമായ ലോസ് മാത്രമേ ഉള്ളൂ. ലോസാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പലർക്കും 400 രൂപ, 500 രൂപ, 800 രൂപ, 1000 രൂപയ്ക്ക് താഴെയൊക്കെ ഉള്ളൂ ലോസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഓക്കെ, താങ്ക് യു. അതിൽ നിർത്താൻ പറ്റിയതിൽ നിങ്ങൾ വിജയിച്ചെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരു ട്രേഡ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രേഡിനുള്ള സാധ്യത ഇല്ലെങ്കിൽ, ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒരു ട്രേഡാണ്. നമ്മളത് എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറഞ്ഞത്, പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറിയുടെ തലേ ദിവസമാണ്, വിക്സ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എത്ര ബൈ എടുത്താലും നമുക്ക് പ്രീമിയം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് കിട്ടത്തില്ല. മനസ്സിലായി? DKയുടെ പ്രശ്നം കൊണ്ട് മാർക്കറ്റും പതുക്കെ മുകളിലോട്ട് കയറിപ്പോയാൽ നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം കുറഞ്ഞ് വരത്തേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. പലരും എന്നോട് ചോദിച്ചു, സാർ മാർക്കറ്റ് ഇവിടെ നിന്ന് പെട്ടെന്ന് മേലോട്ട് കയറിയില്ല, പക്ഷേ പ്രീമിയം താഴോട്ടാണല്ലോ പോയത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ മാർക്കറ്റിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. വിക്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് വിക്സും നമ്മുടെ ട്രേഡും തമ്മിൽ എന്താണ് ബന്ധം, അതിനെ എങ്ങനെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ ആ വീഡിയോ കാണുക. വിക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ മാർക്കറ്റ് എന്നൊരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്കായിരുന്നു അല്ലേ. മാർക്കറ്റ് ഒരു പരിധി വിട്ട് മേലോട്ട് പോയില്ല. ഓക്കെ, ഒരു പരിധി വിടാതെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. ആ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർക്ക് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു 5 പോയിൻ്റ് 10 പോയിൻ്റ് കിട്ടി നമ്മൾ എപ്പോഴും ട്രേഡ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടപ്പോൾ എല്ലാം ചോദിച്ചു, സാർ എങ്ങനെ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി, എങ്ങനെയാണ് ഇത്രയും പൈസ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ, പണി അറിയാവുന്ന ഒരുത്തൻ, ഏതവനാണെങ്കിലും പണി അറിയാവുന്ന ഒരുത്തൻ ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. 4 കാലം നിൽക്കും. പൂച്ച വന്ന് നിൽക്കുന്ന പോലെ 4 കാലം വന്ന് നിൽക്കാൻ അവനറിയാം. പിന്നെ ആരെങ്കിലും കൂടം കൊണ്ട് താഴെ മേളിൽ നിന്ന് അടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലാതെ ഒരു നോർമൽ മാർക്കറ്റിൽ എങ്ങനെ ന്യായമായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ളതിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും പിന്നെ നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ അതിവൈകാരികമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. ഐ എം വെരി സോറി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഗുണപ്പെടാൻ വേണ്ടിയും നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ കാണാൻ അതിനെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് ഒത്തിരി ഒന്നും കാര്യങ്ങൾ നമ്മൾ ഒത്തിരി അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ വലിച്ചു വിട്ട് മേലോട്ട് പോയി അല്ലേ. നേരെ വലിച്ചു വിട്ട് മേലോട്ട് പോയി. അതിനുശേഷം നേരെ അതുപോലെ തന്നെ നേരെ തിരിച്ച് താഴെ വന്നു. ഈ ഒരൊറ്റ പോക്കിൽ തന്നെ നമ്മുടെ പ്രീമിയം ഒരു 10% പ്രീമിയം അപ്പം തന്നെ ഉരുകി തീർന്നിട്ടുണ്ട്. മനസ്സിലായേ? ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ ഇത്രയും മുകളിലോട്ട് പോയി അതുപോലെ തന്നെ തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ ഒരു 50 രൂപയെന്ന് വിചാരിച്ചു, ഈ പോയിന്റിൽ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ആലോചിച്ചോണേ. ഇവിടെ ഒരു 50 രൂപയാണ്. ഇത് നേരെ മാർക്കറ്റ് മേലോട്ട് പോയി ഇവിടം വരെ വന്നപ്പോൾ ചിലപ്പോൾ ഒരു 70 രൂപ ആയി കാണും. ഇവിടെ പെട്ടെന്ന് മാർക്കറ്റ് മേലോട്ട് പോയല്ലേ 70 രൂപ കാണും. ഇതുപോലെ തന്നെ വന്ന വഴി തന്നെ തിരിച്ചു കൂടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു 40 രൂപ അല്ല ഒരു 42 രൂപയെ കാണത്തുള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയി വരും തോറും നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. നിങ്ങളറിയത്തില്ല. നിങ്ങൾ വിചാരം ഇപ്പം കയറും. ഇപ്പം രാവിലെ ഒരു 5 മിനിറ്റിൻ്റെ വലിയൊരു നീളമുള്ള ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ച് കാണുമ്പോൾ മാർക്കറ്റ് നേരെ മേലോട്ട് പോകും. അടുത്തൊരു ക്യാൻഡിൽ വീണ്ടും ഒരു പച്ച കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. അടുത്ത മൂന്നാമത്തെ ക്യാൻഡിലും ഇത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു. അത് ഞാൻ വേണം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അത് ഒരു മിനിറ്റ്, നിങ്ങളത് കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഞാൻ ആ സാധനം കാണിച്ചു തരാം എങ്ങനെയാണ്. നോക്കട്ടെ, കാണാൻ പറ്റുമോ നോക്കട്ടെ. നമുക്കതിനെ റീപ്ലേ ഇട്ട് നോക്കാം.
നോക്കിക്കോണേ. ഇതാണ് മാർക്കറ്റ്. മാർക്കറ്റ് നോക്കട്ടെ. ഒരു 1 സ്പീഡ്. ഓക്കെ, നോക്കിക്കോണം മാർക്കറ്റ്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോണേ. ഇവിടെ നോക്കിക്കോണം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോണം മാർക്കറ്റ്. ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നോക്കിക്കോണേ. ചെയ്തില്ലേ, ഓപ്പൺ ആവുന്നില്ലേ? ഇതാ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നോക്കിക്കേ, ഇവിടെ നോക്കിക്കോ നിങ്ങൾ. ഇവിടെ നോക്കിക്കോണം മാർക്കറ്റ്. ഇവിടെ ഓപ്പണായി ഇല്ലേ? ഓപ്പണായി മോളിൽ പോയി അതുപോലെ തന്നെ തിരിച്ചു വന്നു. രണ്ടാമത്തെ ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കോണം എന്താ സംഭവിക്കുന്നത് അവിടെ. ഞാൻ വളരെ സ്ലോയിലായിട്ടേക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കാണോ. കണ്ടോ, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു അല്ലേ? നോക്കിക്കോണം. ഉണ്ടോ, മൂന്നാമത്തെ ക്യാൻഡിൽ മോളി ഇവിടം വരെ, അതിനൊക്കെ ചെറുതായിട്ട് സ്ലോ മോഷൻ കാണിക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ക്യാൻഡിൽ ഇവിടം വരെ പോയി, ഇത് ഗ്രീൻ ആയിരുന്നു. ആ പോയതിന് ശേഷമാണ് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നത്. മനസ്സിലായോ? അടുത്ത നാലാമത്തെ ക്യാൻഡിൽ വേണം. കണ്ടോ, അടുത്ത ക്യാൻഡിൽ താഴോട്ട് വന്നു. അപ്പം നിങ്ങൾ നോക്കണം, ഈ ഒരു ക്യാൻഡിൽ മേളിൽ പോയി ഗ്രീൻ കണ്ട് ക്ലോസ് ചെയ്ത് ഇത് കളഞ്ഞേക്കാം. അത്ര അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു, ഇതൊരു ഗ്രീൻ ക്യാൻഡില, ഇത് ഗ്രീൻ ക്യാൻഡില. അപ്പോൾ ഈ 3 ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഓക്കെ, ഇതിപ്പം ഉടൻ തന്നെ ഇപ്പം പിന്നെ മാർക്കറ്റ് മേലോട്ട് പോവും എന്നുള്ളൊരു ധാരണ ഓൾറെഡി വന്ന് കാണും. വേണമെങ്കിൽ ആൾക്കാർ എടുത്ത് കാണുമായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ ആ പ്രോഫിറ്റ് നിങ്ങൾ കണ്ടത് ഇവിടെ ഈ ട്രേഡിലാണ് ഞാൻ ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ പോയി ഇവിടുന്ന് റിജക്ഷൻ വന്നു, രണ്ടാമത്തെ ക്യാൻഡിലും പോയി റിജക്ഷൻ വന്നു. ഇനി അടുത്ത ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് ഇതിൻ്റെ മോളിൽ കിട്ടണം. ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ ട്രെൻഡ് ലൈനും ഈ ലൈനിന് മോളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഹൈ റിസ്ക് ട്രേഡ് ഞാൻ ഈ എക്സ്പയറിയിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ 24,500 ഒരു പുട്ടെടുത്തു. ഇവിടെ പുട്ടെടുത്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട്, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും, അല്ലെങ്കിൽ മുകളിലായിരിക്കും. മാർക്കറ്റ് ഇതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്യാൻഡിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബേസ്, CLBS ക്ലോസിംഗ് ബേസിസിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അവിടെ പോയി അടിച്ചിട്ട് നേരെ അതുപോലെ തന്നെ തിരിച്ചു വന്നു ഇല്ലേ? ഞാൻ കയറിയത് ഇവിടെയാണ്. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി അടിച്ചിട്ട് സിസ്റ്റത്തിൽ ഇട്ട് വെച്ചേക്കുക സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഇത് എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇല്ലാതെ ഇതവിടം വരെ പോയിട്ട് നേരെ തിരിച്ചു വന്നു. ഏകദേശം ഇവിടുന്ന് നേരെ ഇവിടം വരെ വന്നു. ഏകദേശം ഇവിടെ എത്ര ഉണ്ട്, 612, ഏകദേശം 540, ഏകദേശം ഒരു 60 പോയിൻറ്റോളം, ഒരു 60-70 പോയിൻറ്റോളം അവിടുന്ന് ഇവിടം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് ഏകദേശം 4 ലോട്ട് എടുത്തായിരുന്നു. 4 ലോട്ട് എടുത്തത് എനിക്കൊന്ന് ഞാൻ എടുത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 130 രൂപയ്ക്ക് കണ്ട നെക്സ്റ്റ് എക്സ്പയറി ആയിരുന്നു. 130 രൂപയ്ക്ക് കണ്ട് എടുത്തത്. ഇത് 155 വരെ കണ്ട് ഇവിടെ വന്നു, 155 വരെ വന്നു. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇറങ്ങി. ഏകദേശം ആ ഒരു പ്രോഫിറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു PE പ്രോഫിറ്റ് കണ്ടത് മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെ എടുത്തെന്ന് എന്നോട് പലരും എന്നോട് ചോദിച്ചായിരുന്നു. അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നോക്കിക്കുക, ഇവിടെ നല്ല അവസരങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക്. ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടായിരുന്നു. മാർക്കറ്റ് നേരെ ഇവിടെ വന്നു ഞാൻ പറഞ്ഞു, ഈ ലോ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഈ ലോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് ചെയ്ത് പോയെങ്കിലേ പിന്നെ ഒരു ഫർദർ ഡൗൺ സൈഡ് കാണത്തുള്ളൂ, ഇത് കൺഫർമേഷനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? മാർക്കറ്റ് ഇവിടെ വന്നു, നേരെ സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ ആയത് ഇല്ലേ? ഒരു റിജക്ഷൻ 50-50 ചാൻസേ ഉള്ളൂ. ഇതിന് 50-50 ചാൻസേ ഉള്ളൂ. പക്ഷേ ഇതൊരു ഉറപ്പിക്കാൻ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ റെഡ് വന്ന് റെഡ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത ശേഷം കൊച്ചു റിജക്ഷനോടുകൂടെ ഈ റെഡ് അവസാനിച്ചു. അതിനുശേഷം വീണ്ടും ഫോം ആയത് എന്താണ്? ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത് അല്ലേ? അഥവാ ഒരു താഴോട്ടുള്ള ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിന് താഴെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. റെഡ് ക്യാൻഡിൽ ഫോം ആയെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? വീണ്ടും അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്തു ഇല്ലേ? അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബിഗിനറൊന്നും ട്രേഡ് ഇല്ല. ബിഗിനറിന് ട്രേഡേ ഇല്ല. ഇവിടെ റിസ്ക് റിവാർഡ് ട്രേഡുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എസ് എൽ ഇട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് വരെ, ഇതാണ് നമ്മുടെ ഈ ഗ്രീൻ ലൈനാണ് നമ്മുടെ പോയിന്റ് ഇല്ലേ? ആ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ്, ഈ 2 ട്രേഡേ ഉള്ളൂ. ഈ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. അതും ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല. എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമേ ഉള്ളൂ ട്രേഡ്. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്കാണ് പോയത്. പിന്നെ വേണേൽ നിങ്ങൾക്ക് പറ്റുമായാണ് 5-10 പോയിന്റ് എടുത്ത് നിങ്ങൾക്ക് വേണേൽ കളിക്കാൻ പറ്റും. പക്ഷേ ഈ കൈ വരയ്ക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 5-10 പോയിന്റ് എടുത്ത്. കാരണം ഇതാ നോക്കിക്കേ, ഇവിടെ നല്ല ഒന്നാമതൊരു റിജക്ഷൻ, ഒരു ഹാമർ ക്യാൻഡിലെന്നോ അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്പെന്നോ എന്ത് വേണമെന്ന് പറയാം. നല്ല റിജക്ഷൻ വന്നു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5-10 പോയിന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ പിടിക്കാനുള്ള സാവകാശമുണ്ട്. ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. എത്ര ഉണ്ട്? 580, 612, ഒരു 30 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ കിട്ടിക്കാണും. അപ്പോൾ ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റ് മാക്സിമം, അതിൽ കൂടുതലില്ല. അങ്ങനെ കൈ വരയ്ക്കുന്നവർക്കാണെന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് ഇവിടെ വരച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു ലെവൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ലെവലിനപ്പുറം നമുക്ക് ട്രേഡ് ഇല്ല. അപ്പോൾ അവിടെ തട്ടി പല പ്രാവശ്യം ഇവിടെ വന്ന് ഈ ബോക്സിൻ്റെ താഴത്തെ ലൈനിൽ ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. കൊണ്ട് പറയാമെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയാലും റിജക്ഷൻ. അതായത് നോക്കി ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, ഇത് റിജക്ഷൻ ക്യാൻഡിൽ അല്ലേ? ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് എൽ ഇട്ടാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് പ്രീമിയത്തിൽ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി? പിന്നെ അടുത്ത റിജക്ഷൻ ക്യാൻഡിൽ ആയിട്ട് ഇവിടെ വന്നു കണ്ടോ? ഈ റിജക്ഷൻ ക്യാൻഡിൽ ഇതിനും ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഒരു 10 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി അപ്പോഴത്തേക്ക് ഒരു ട്രെൻഡ് ഫോമായി. ഞാൻ ആ ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടിരുന്നു. പിന്നെ മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനകത്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. എല്ലാം കൃത്യമായിട്ട് ഞാൻ വരയ്ക്കുകയും വോയിസ് ഇടുകയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ OAയുടെ ചാർട്ട് ഇടുകയും അതിൻ്റെ കമ്പാരിസൺ OAയുടെ ചാർട്ട് ഇടുകയും ഒക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നോക്കിയത് ഇത് പഠിക്കാനുള്ള അവസരമാണ്. ഇങ്ങനെയുള്ള മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കി പഠിക്കാനുള്ള അവസരം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ടൈലായിട്ട് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ മാർക്കറ്റ് എങ്ങനെ പോകുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തും ട്രേഡ് ചെയ്യണം നിർബന്ധം പിടിക്കാൻ പാടില്ല. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുക. ഉദ്ദേശിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെയും തന്നെ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുക. ഓക്കെ, അപ്പം ഇനിയിപ്പം നമുക്ക് എന്താ സംഭവിക്കും? ഇനി പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത് നോക്കാം. മാർക്കറ്റ്, ഇനി ഒരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റ് അത് പറഞ്ഞില്ലേ, മാർക്കറ്റ് നമുക്ക് 6-ാം തീയതി 6 നാളെ മറ്റേനാൾ 6-ാം തീയതിയാണ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. RBI മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം വരുന്ന ദിവസമാണ് 6-ാം തീയതി. ഓക്കെ, അത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം 0.25 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവവാസങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ 0.5 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അനലിസ്റ്റ് പറയുന്നത്. കാരണം അത്രയ്ക്ക് മണി ഇൻഫ്ലോ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ബാങ്കിന് ധാരാളം പൈസ കിട്ടും. അപ്പോൾ ലോൺ കൊടുക്കും, ആൾക്കാർക്ക് പണലഭ്യത കൂടുതലുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ 0.5 പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ GDP നല്ല രീതിയിൽ വിചാരിച്ചതിനേക്കാൾ അനലിസ്റ്റ് പറയുന്നതിനേക്കാളും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്നൊരു GDP റേറ്റ് ആയിരുന്നു. 7.4 3 അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു. കറക്റ്റ് നമ്പർ ഓർക്കുന്നില്ല. ഇനിയും എന്തായാലും 7ന് മുകളിലായിരുന്നു. നല്ല GDP ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു GDP ഗ്രോത്ത് ഉള്ളത് കൊണ്ടും RBIയുടെ റേഞ്ചിനകത്ത് നമ്മുടെ പിന്നെ ഇൻഫ്ലേഷനും GDP എല്ലാം നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ 0.5 നമുക്ക് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനിയും വരുന്ന ദിവസം, അപ്പോൾ അതുവരെ മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. റഷ്യ ഉക്രൈൻ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കണം. റഷ്യ ഇതുവരെയായിട്ട് ഒരു അക്ഷരം ഇതിനെപ്പറ്റി സംസാരിക്കുകയോ മിണ്ടുകയോ റിട്ടാലിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളെ നമ്മൾ ഈ കണ്ടിട്ടില്ലേ, ചില പട്ടികളിങ്ങനെ വേറെ ഒന്നും വിചാരിക്കല്ലേ, പട്ടികളിങ്ങനെ പമ്മി കിടക്കും. നമ്മൾ അതിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊന്നും ഈ പട്ടി ഒന്നും ചെയ്തില്ല, നമ്മളിങ്ങനെ നോക്കിയതേ ഉള്ളൂ.
നമ്മൾ അനങ്ങാതെ നമ്മുടെ ശ്രദ്ധയൊന്നും തെറ്റിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, പുറകെ കൂടെ വന്ന് നമ്മളെ കയറി കമ്മിക്കളയും എന്ന് പറയുന്ന പോലെ പുട്ടിനിപ്പോൾ അനങ്ങാതെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, എന്തോ സംഭവിക്കും, രാത്രി എന്തോ സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. നേരം വിളിക്കുമ്പോൾ എല്ലാം പിന്നെ തദൈവായി തീരില്ല. അതുകൊണ്ട് ഓവർനൈറ്റ് പൊസിഷൻസ് പ്രത്യേകിച്ച് ഹോൾഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം ഹോൾഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ മാർക്കറ്റ് എന്ന് സംഭവിക്കും നോക്കാം. ഓക്കെ, നാളെ മാർക്കറ്റിൽ നമുക്കിനിയിപ്പം ഈ ബോക്സിൻ്റെ ആവശ്യമില്ല, ബോക്സിൻ്റെ കോളെല്ലാം കഴിഞ്ഞു. ബോക്സ് ഇനിയും വേണ്ട. ഇനിയിപ്പം ഈ ഒരു ചാനൽ ഇങ്ങനെ തന്നെ വേണം, ആ ചാനൽ അവിടെ തന്നെ കിടന്നോട്ടെ, നമുക്ക് വരയ്ക്കാനൊന്നുമില്ല, എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം ഈ ചാനൽ ഇനി ഇന്ന് നമുക്ക് ബോക്സ് ആയിരുന്നു ഇല്ലേ, നാളെ ഇനി എന്താണ്, ഈ ചാനലാണ് നമ്മുടെ വര. ഓക്കെ, ഈ ചാനലിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഈ ചാനൽ ബ്രേക്ക് എങ്ങോട്ട് ചെയ്യുന്നു അങ്ങോട്ടായിരിക്കും ട്രെൻഡ്. മനസ്സിലായല്ലോ? മുകളോട്ടാണെങ്കിൽ മുകളോട്ട്, താഴോട്ടാണ് താഴോട്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. നമ്മൾ വെറുതെ ഒത്തിരി നമ്മൾ ചാർട്ടിനെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് വേണം കാണാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മൾ ചുമ്മാ ആവശ്യമില്ല അവിടെ എവിടെയും ചുമ്മാ കൊണ്ട് വരച്ച് കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതാണോ ഇതാണോ ഏതാണോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഈ ട്രെൻഡ് ലൈൻ നോക്കുക, ഈ ചാനൽ നോക്കുക, ഈ ചാനലിനകത്ത് കൂടെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, എവിടെ ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. നമുക്ക് ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, 88% FIIs ഷോർട്ട് പൊസിഷനാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, 88% FIIs ഷോർട്ട് പൊസിഷനാണ്. മനസ്സിലാക്കണം, അവരുടെ ഈ ഷോർട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത് മാർക്കറ്റ്. അപ്പം എത്രത്തോളം താഴോട്ട് പോകുന്നു അത്രത്തോളം ലാഭമായിരിക്കും അവർ. അപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ഓപ്പൺ ചെയ്യുന്ന സ്പോട്ടിൽ നിന്ന് ഒരു 100 പോയിൻറ്റിന് മുകളിലോട്ട് പോയാൽ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കും. മനസ്സിലായോ? അത് FIIs അല്ല, DIIs അല്ലെങ്കിൽ റീറ്റെയിലേഴ്സോ അല്ലെ HNIs ആരെങ്കിലും മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്താൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ പൊട്ടിച്ചു വിട്ട പട്ടം പോലെ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇപ്പം ഇവിടെ അല്ലേ ക്ലോസ് ചെയ്തേക്കുന്നത്, 612 പോയി, ഒരു 753 753 ആയിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിലൊക്കെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കും. കാരണം ഇവിടെ 612, 667, 710 ക്രോസ് ചെയ്താൽ 710 ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഷോർട്ട് കവറിങ് റാലി നടക്കും, മാർക്കറ്റ് മുകളിലോട്ട് പോകും. അത് കൺഫേം ചെയ്യാൻ 753, അപ്പോൾ 753 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് റാലി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ നാളെ സംഭവിക്കുമെന്ന് അറിയത്തില്ല, കാരണം മോണിറ്ററി പോളിസി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് അതുവരെ ഇങ്ങനെ ഒരു സൈഡ് വൈസ് ആയിരിക്കും. നാളെ ഇപ്പോൾ US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റാണ്, വെരി ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ്, 10 പോയിൻ്റാണ് നെഗറ്റീവിൽ, വെരി ഫ്ലാറ്റ്. അങ്ങനെയാണ് നാളെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഫ്ലാറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഹോൾഡ് ചെയ്തവരുടെ എല്ലാം കഥ, CE ആയാലും PE ആയാലും ആര് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് നല്ലപോലെ നഷ്ടം ഉണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സെമിനാറിൽ പങ്കെടുത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടങ്ങ് പറയുകയാണ്, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒരു കാരണവശാലും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് പ്രത്യേക ഏതെങ്കിലും കാരണവശാലും നമുക്കൊരു വ്യൂ ഇല്ലെങ്കിൽ, താഴോട്ടോ നാളെ രാവിലെ മാർക്കറ്റ് നല്ലപോലെ മുകളിലോട്ട് പോലെ ഞങ്ങളുടെ താഴോട്ട് വീഴും എന്ന് ഒരു പക്ക വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ദിവസം, പ്രത്യേകിച്ച് ചൊവ്വായും ബുധൻ ദിവസങ്ങളിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം നല്ലപോലെ ടൈം DK വന്ന് ഒരുക്കി തീരും, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന് ഒരു ട്രേഡ് സീക്രട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം നാളെ
ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കൃത്യമായി നമ്മൾ വരച്ച അതുപോലെ തന്നെ നമ്മുടെ ലൈൻ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് അവിടെ നിൽക്കുകയാണ്. ഇത് നോക്കിക്കുക, ഇവിടെ ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് റിജക്ഷൻ ഇല്ലേ, സ്ട്രോങ് റിജക്ഷൻ. ഇവിടെ വന്നവർക്ക് വേണമെങ്കിൽ ഈ ലൈനിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു ഇല്ലേ. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് അവർക്കൊരു 10, 200, 600, 700, 450, 550, 650, ഒരു 250 പോയിൻറ്റിൻ്റെ ഫോള് ഇവിടുന്ന് കിട്ടി. അതിനുശേഷം നല്ലപോലെ ഒരു റിക്കവറി, നല്ലൊരു എൻഗൾഫിങ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, റീടെസ്റ്റ് ചെയ്തു അന്ന് മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ മേലോട്ട് പോയി നമ്മുടെ അതേ ലൈനിൽ തന്നെ ഒരു വി ഷേപ്പ് റിക്കവറി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകും. ഇതൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചാർട്ടിൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. സ്ഥിരമായി നിങ്ങൾ ചാർട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയി. അപ്പോൾ മാർക്കറ്റ് നാളെ എത്രയാണ്? 55,676. ഓക്കെ, മാർക്കറ്റ് ഇതിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നോക്കുക, ഇന്നത്തെ ഈ ഹൈ ഉണ്ടല്ലോ, ഈ ഹൈ 789 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 789 മുകളിൽ വരച്ചിട്ടേക്കോട്ടെ, 789 മുകളിൽ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അപ്സൈഡ് കാണാം. കൺഫർമേഷൻ 55,875. ഓക്കെ, ഇത്രയുള്ള ബാങ്ക് നിഫ്റ്റിക്കകത്ത് പറയാൻ. മിഡ് ക്യാപ്പിനകത്തിൽ എന്തിനു വേണ്ടിയോ മുകളിലോട്ട് പോകുന്നൊരു മിഡ് ക്യാപ്പ്, മറ്റവർ ആരെയും മൈൻഡ് ചെയ്യാതെ നല്ലൊരു ഫോള് കിട്ടി. നമ്മുടെ ലൈൻ 650 വന്ന് കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്തു. വീണ്ടും ഒരു വി ഷേപ്പ് റിക്കവറി നടത്തിയിട്ട് അണ്ണൻ നേരെ മുകളിലോട്ട് പോയി. എന്തിനു വേണ്ടിയാണ് പോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയില്ല എന്തിനു വേണ്ടിയാണ്. നോക്കിയേക്കാം എന്തുവാ സംഭവം. ആരാണ് പെർഫോം ചെയ്തത്? പോളി ക്യാബ് നല്ലപോലെ പെർഫോം ചെയ്തു. ഡിക്സൺ ടെക്നോളജി 500 പോയിൻ്റ് കയറി. അതാണ് ഇത് കയറാനുള്ള കാര്യം. ഓക്കെ, ഈവൻ മിഡ് ക്യാപ്പ് തന്നെത്താൻ പെർഫോം ചെയ്യാനുള്ള കാര്യം. ഡിക്സൺ ടെക്നോളജി ഒരു 500 പോയിൻറ്റും പിന്നെ പോളി ക്യാബ് ഒരു 100 പോയിൻറ്റും SRF ഒരു 92 പോയിൻറ്റും നല്ലപോലെ കയറിയിട്ടുണ്ട്. അവരുടെ പെർഫോമൻസാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പം ഒരു ഇൻഡെക്സ് മാത്രമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റേജ് സ്റ്റോക്കിൽ പോയി നോക്കുക അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം പെട്ടെന്ന് പിടികിട്ടും. ഇതൊരു ട്രെൻഡ് ലൈനാണ് ഈ പോകുന്നതെന്ന് തോന്നുന്നു. ആണോ? ഇല്ല, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് 12,861. ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോകുമോ ഇല്ലയോ നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ ഞാൻ കുറച്ച് തിരക്കുള്ള ദിവസമായിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും വരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നോക്കിക്കണ്ട് നാളെ ട്രേഡ് ചെയ്യുക. എക്സ്പയറി ഡേ ആണ്. പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാൻ. ഇനി എപ്പോഴും പറഞ്ഞ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.